ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് കപ്പിൾസ്. അപ്പോൾ എന്നത്തെയും പോലെ വളരെ രസകരമായിട്ടുള്ള ചലഞ്ച് വീഡിയോ ആയിട്ട് ഗൈസ് ഇന്നും ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്താണ്? ബ്ലൈൻഡ് ഫോൾഡ് ബിസ്ക്കറ്റ് ടേസ്റ്റിംഗ് ചലഞ്ച്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള വിവിധ ഫ്ലേവറിലുള്ള 20 തരം ബിസ്ക്കറ്റുകൾ ഞങ്ങൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. 10 ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഇക്കുവിന്, 10 ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ എനിക്ക്. അപ്പോൾ അതിനകത്ത് ഒരാൾ മറ്റൊരാളുടെ കണ്ണ് കെട്ടിയതിന് ശേഷം അതിനകത്തുനിന്ന് ബിസ്ക്കറ്റുകൾ ഓരോന്ന് പൊട്ടിച്ച് കഴിച്ചിട്ട് അത് ഇന്ന ബ്രാൻഡിന്റെ ബിസ്ക്കറ്റ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഓരോ ബിസ്ക്കറ്റുകൾ ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് വീതം ഉണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് ആര് കരസ്ഥമാക്കുന്നുവോ അവരായിരിക്കും ഇന്നത്തെ വിന്നർ. വിന്നർക്കുള്ള സമ്മാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പരാജയപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം വിജയിച്ചവർക്ക് അൽഫാം മേടിച്ച് കൊടുക്കാൻ. അപ്പൊ ഇതിനകത്തുനിന്ന് ആരെ പോക്കറ്റിൽ നിന്നാണ് പൈസ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, ആരാണ് വിജയിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് കിടക്കാനുള്ള ബിസ്ക്കറ്റുകൾ ഇതേ ഇവിടെ റെഡിയാണ്. ഇതേ 20 ഐറ്റം ബിസ്ക്കറ്റുകൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള 10 ബിസ്ക്കറ്റുകളാണ് ഇക്കുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കു എന്നെയും 10 ബിസ്ക്കറ്റുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. അപ്പോൾ അതിന്റെ മുന്നേ ആയിട്ട് ഇന്നത്തെ ചലഞ്ചിൽ ആദ്യം ഇക്കുവാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചലഞ്ചിൽ ഞാനായിരുന്നു ലേഡീസ് ഫസ്റ്റ് എന്നും പറഞ്ഞിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 10 ബിസ്ക്കറ്റുകൾ ഇക്കു ടേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് എത്ര എണ്ണം ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നുവോ അവരായിരിക്കും വിന്നർ. ഇന്നത്തെ ചലഞ്ചിൽ ഞങ്ങൾക്ക് 2 പേർക്കും സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. 2 പേർക്കും ഇതിനകത്ത് നിന്ന് ആര് വിന്നർ ആവും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കിട്ടും. അപ്പൊ എനിവേ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കണ്ണ് കെട്ടാനുള്ള ഷോളൊക്കെ ഇവിടെ റെഡിയാണ്. എനിവേ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് കാണരുത്. പതുക്കെ കെട്ടണ ഇത് അഴിച്ചെടുക്കണ്ടേ? ഓ അതൊക്കെ എടുക്കാം. മൂക്കൊക്കെ കാണാൻ മണം കിട്ടുന്നുണ്ടല്ലോ, ശ്വാസം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇതെത്രയാണ്? കാണുന്നില്ലല്ലോ അല്ലേ? കാണുന്നുണ്ടോ? കള്ളം പറയരുത്. ഇല്ലടേ, ഡാർക്ക് ഷാൾ എടുത്ത് വന്നിട്ട് കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതേ ഇക്കുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിസ്ക്കറ്റുകളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിസ്ക്കറ്റുകളുണ്ട് ഇതിനകത്ത് ഒരുപാട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് നിന്ന് ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ബിസ്ക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട് ഇക്കുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇത് ഏത് ബിസ്ക്കറ്റാണെന്ന് പറയണം. ഒന്ന് തരുള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടെ തരാം, അത് വിഷയമില്ല. ഇതേത് ബിസ്ക്കറ്റാണ്? യെസ്. അപ്പോൾ എനിവേ 1 പോയിന്റ് ഇക്കു കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ബിസ്ക്കറ്റ് ഓക്കെ. അപ്പോൾ 1 പോയിന്റ് കിട്ടി. 1 പോയിന്റ് തന്നെ കിട്ടുമെന്നാവോന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ പരാജയപ്പെടും എന്തോ റബ്ബേ. അടുത്തത് ഏതാണ് ബിസ്ക്കറ്റ്? ഏതാണ് ഫ്ലേവർ? ഇത് ഗുഡ് ഡേയുടെ കാഷ്യൂ. ഗുഡ് ഡേയുടെ കാഷ്യൂസ് ഇല്ല. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ആണ്, പക്ഷേ അത് കാഷ്യൂ അല്ല. ഒന്നും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ പോയിന്റ് പോകും. നിങ്ങൾ ഉറപ്പിച്ചു? എനിവേ തെറ്റാണ്. ഇത് ഗുഡ് ഡേയുടെ ബദാം ഫ്ലേവർ ആണ്. അപ്പോൾ വീണ്ടും 1 പോയിന്റിൽ തന്നെ നിൽക്കുവാണ്. അടുത്ത ബിസ്ക്കറ്റ് അപ്പോൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ
തുളസി 1 2 3. ഇത് എനിക്ക് തോന്നുന്നേ ആ ബ്രിട്ടാനിയയിൽ കാണാൻ ആ ഡൈജസ്റ്റീവിന്റെ എന്തെങ്കിലും ആയിരിക്കും ഇത്. നിങ്ങൾ ഉറപ്പിച്ച് ഏതാണെന്ന് എനിക്ക് പറയാം. ഉറപ്പിച്ചോ? അല്ല, ബ്രിട്ടാനിയല്ല. ഇത് യൂണിബിക്കിന്റെ ഒരു കറുത്ത മുന്തിരിയൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ച്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ അങ്ങനെ ഇനി 7 ബിസ്ക്കറ്റുകളും കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി അടുത്ത ബിസ്ക്കറ്റ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് യെസ്, എത്ര ബിസ്ക്കറ്റായി? 4. 3 ബിസ്ക്കറ്റായി. 4ാമത്തെ ബിസ്ക്കറ്റാണ് ഇപ്പൊ തിന്നാൻ പോകുന്നത്. ഇതാ, പറയൂ. മുമ്പ് വേണോ? ഒന്നുകൂടെ തരാം. ഇത് മസാല എന്തൊക്കെയാണോ? നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് ഏതാണോ പറയാം. ബ്രിട്ടാനിയുടെ 50-50 മസാല എന്തൊക്കെയാണ്? ഉറപ്പിച്ചു. അപ്പോ ഇതിലെ തെറ്റാണ്. ഇത് ബ്രിട്ടാനിയയുടെ മിൽക്ക് സ്മാർട്ട് എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ആണ്. അപ്പൊ ഇപ്പോഴും നിൽക്കുന്നത് 2 പോയിന്റ് തന്നെയാണ്. 4 ഐറ്റം ബിസ്ക്കറ്റ് തിന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ബിസ്ക്കറ്റ് ഏത് കൊടുക്കാം? എന്ന് ശരിയാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് കൊടുക്കാം നമുക്ക്. ഇപ്പൊ വായ ഒരുമാതിരി പോലെ ഇരിക്കുന്നു. ഓക്കെ, വെള്ളം കൂടെ കൊണ്ടുവയ്ക്കാൻ കഴിയും. നോ, അങ്ങനെ ആകുമ്പോൾ ഫ്ലേവർ തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ബിസ്ക്കറ്റും കൂടെ വേണോ? ഈ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരാം. വെള്ളം വേണോ? ചലഞ്ച് എപ്പോഴും ചലഞ്ച് ആയിരിക്കും. ഓക്കെ, അതെന്താ നമ്മളെ ചലഞ്ചിൽ വെള്ളം ഹറാമാ? എനിക്ക് വയ്യ. Which is the biscuit? ബ്രിട്ടാനിയുടെ ഡൈജസ്റ്റീവ്. ബ്രിട്ടാനിയുടെ ഡൈജസ്റ്റീവിന്റെ എന്തോ അത് ന്യൂട്രി ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് പറയാം ഏതാണ് എന്താണെന്നുള്ളത്. ന്യൂട്രിയന്റ് പല സാധനങ്ങളും അതിനകത്ത് നിന്ന് കിട്ടിയോ? ന്യൂട്രി. ഉറപ്പിച്ചു? ഉറപ്പ്? ഉറപ്പല്ലേ? ഡീൽ? ഓക്കെ, അപ്പൊ തെറ്റാണ്. ഇത് യൂണിബിക്കിന്റെ മിൽക്ക് ബിസ്ക്കറ്റ് ആണ്. ഇപ്പൊ 1 2 3 4 5 5 ഐറ്റം ബിസ്ക്കറ്റ് ഇവിടെ തിന്നു. ഇനി 5 ഐറ്റം ബിസ്ക്കറ്റ് കൂടെ ഉള്ളൂ. 2 പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒന്നും കൂടെ നമുക്ക് വേറെ മാറ്റി കൊടുത്തു നോക്കാം. ഏത് കൊടുക്കണം നമുക്ക്? യെസ്, ഇത് കൊടുക്കാം. ബിസ്ക്കറ്റ് ഏതാണെന്ന് കണ്ടല്ലോ. ഇതാ, മസാല ചാക്ക എന്തെന്നാ പറഞ്ഞ സാധനം ബാക്കിയുള്ളത്. ഓക്കെ, ഡൺ. അപ്പൊ 3 പോയിന്റ് ആയിരിക്കുകയാണ്. 6 ബിസ്ക്കറ്റിൽ 3 പോയിന്റ് ആയി. ഓക്കെ, അപ്പൊ അടുത്ത ബിസ്ക്കറ്റ് വേണം നിങ്ങൾക്ക്. ഒന്നും കൂടെ നേരാക്കാൻ വേണ്ടി നമുക്കിതേ ഈ ബിസ്ക്കറ്റ് കൊടുക്കാം.
കണ്ടല്ലോ എല്ലാവരും. ഒന്നുകൂടെ റെഡിയാക്കി കൊടുക്കാം നമുക്ക്. ഇത് ഗുഡയുടെ ചീസ്. കുഡയുടെ ഉറപ്പാണോ? ഒരു നീല പാക്കറ്റ് വരണം. നീല പാക്കറ്റിൽ വരുന്നത് ഉറപ്പിച്ചു? നീ സംശയമൊന്നുമില്ലല്ലോ? ഒരു ബിസ്ക്കറ്റും കൊണ്ടതാ. ഒരു ബിസ്ക്കറ്റും കൂടെ വേണം. ഉറപ്പിച്ചു? ഓക്കെ, ഡൺ. അപ്പൊ 4 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എത്ര ബിസ്ക്കറ്റ് ഇതുവരെ കഴിച്ചു തീർത്തു? 1 2 3 4 5 6 7 7 പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചതിൽ 4 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത ബിസ്ക്കറ്റ് എടുക്കാറായോ? എങ്കിൽ അടുത്ത ബിസ്ക്കറ്റ് നമുക്ക് ഏതാണ് പറയൂ. ന്യൂട്രിച്ച് ഉറപ്പിച്ചു? ശരിവേ, 5 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. എത്ര ബിസ്ക്കറ്റ് ഇവിടെ കഴിച്ചു? 1 2 3 4 5 6 7 8 8 പാക്കറ്റ് ബിസ്ക്കറ്റിൽ 5 പോയിന്റ് ഇക്കുവിന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അടുത്ത ബിസ്ക്കറ്റ് ഏത് ഇതിനകത്ത് കൊടുക്കണം? Which one? ഓറഞ്ച്. ഇത് ഉറപ്പിച്ചു? ഒന്നും കൂടെ തരാം. യൂണിവേഴ്സിറ്റി ഓറഞ്ച് ഉറപ്പിച്ചു? 6 പോയിന്റ്. 9 പാക്കറ്റ് ബിസ്ക്കറ്റിൽ 6 പോയിന്റ് നേടിയിരിക്കുകയാണ്. വെൽഡൻ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമുക്കിനി അവസാനത്തെ പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ കൊടുത്തു നോക്കാം. യെസ്, കുവിൻ്റെ ഒരു ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, അത് തന്നെ കൊടുക്കാം. ഇത് 10ാമത്തെ ലാസ്റ്റ് 1 ബിസ്ക്കറ്റ് ആണ്. യാ 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 ഇതാ. എന്താ തറയിൽ പോയത്? എന്ത്? അത് കുഴപ്പമില്ല, അത് അതിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കുന്നതിൻ്റെ പൊടിയാണ്, അത് പേടിക്കണ്ട. ബ്രിട്ടാനിയുടെ ജാമ്. ബ്രിട്ടാനിയുടെ ജാമ് ഉറപ്പിച്ചു? ആ, ഒരു പിങ്കും വയലറ്റും കൂടെ 7 പോയിന്റ്. പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചതിൽ 7 പോയിന്റ് ഇവിടെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി എൻ്റെ ഊഴമാണ്. ഇതിനകത്ത് 1 പോയിന്റിലെങ്കിലും ഞാൻ ലീഡ് ചെയ്ത് വന്നെങ്കിലേ ഞാൻ ജയിക്കുള്ളൂ, അതല്ലാത്ത പക്ഷം എൻ്റെ പൈസ പോവും. അടുത്ത ചലഞ്ചിന് പടച്ചവനെ എന്നെ കാത്തുകൊള്ളണേ. ഞാൻ അങ്ങനെ ഒന്നും മടക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കാരണം 7 എണ്ണത്തിൽ ഇക്കു വിജയിച്ചിരിക്കണം. അപ്പൊ 8 എണ്ണെങ്കിലും മിനിമം എനിക്ക് കിട്ടിയെങ്കിലും ഉള്ളൂ
എനിക്ക് വിന്നറാവാൻ പറ്റുള്ളൂ. മോളെ റെഡിയല്ലേ ചക്കര? അയ്യോ കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഇരുട്ടേക്കോ. ഞാൻ വിചാരിച്ചു ഇച്ചിരിയെങ്കിലും കാണാൻ പറ്റൂന്ന്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? മാഫി. എത്ര? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ബിസ്ക്കറ്റാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണം. ഇതാ പഞ്ചാരയുള്ള മിൽക്ക് ബിസ്ക്കറ്റ്. ഇങ്ങനെ പഞ്ചാരൊക്കെയുള്ള മിൽക്ക് ബിസ്ക്കറ്റ്. പഞ്ചാരയുള്ള മിൽക്ക് ബിസ്ക്കറ്റ് പേര് പറ. അത് ബ്രിട്ടാനിയ എങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ആ ബിസ്ക്കറ്റാണ്. ആ സ്റ്റെപ്പ് കയറി കൊണ്ടുള്ള ഫോട്ടോയൊക്കെ ഉള്ള ആ പാക്കറ്റ് ബിസ്ക്കറ്റാണിത്. ഉറപ്പാണോ? ഓ ഉറപ്പാണോ? ഉറപ്പാണ്. ഫസ്റ്റ് തന്നെ തെറ്റി. സൺഫീസ്റ്റിന്റെ തേങ്ങ ബിസ്ക്കറ്റ്. ഓ ഇപ്പോഴാണ് തേങ്ങയുടെ ചുവ വന്നത്. കോൺഫിഡൻസ് ആയിപ്പോയി. പെട്ടെന്നാകട്ടെ തെക്ക് മതി, എനിക്ക് പിന്നെ മതി. അപ്പോൾ 1 പോയിന്റ് പോയി, 0. അപ്പോൾ 1 എൻ്റെ കാര്യം ഇന്ന് ഗോവിന്ദ പോയെങ്കിൽ നമുക്ക് അടുത്ത എടുക്കാം. അടുത്തത് ഏതാണ്? ഫസ്റ്റ് തന്നെ തെറ്റിയത് കൊണ്ട് ഇന്ന് എൻ്റെ കാര്യം ഗോവിന്ദ. ഇതാണ് ബിസ്ക്കറ്റ് കണ്ടല്ലോ. ഇത് ഗുഡ് ഡേയുടെ കാഷ്യൂ. ഉറപ്പാണോ? അർപ്പിച്ചോ. 1 തരം 2 തരം 3 തരം. ശരിയാണ് ഗൈസ്, കൺഗ്രാജുലേഷൻ. രണ്ടാമത്തെ ഒരു അപ്പോൾ 1 പോയിന്റ് ആയിട്ടുണ്ട്. 2 ഐറ്റത്തിൽ നിന്ന് 1 പോയിന്റ്. അപ്പം ഇനി അടുത്ത എടുക്കട്ടാ. അപ്പം നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് ഈ ഐറ്റമാണ്. എവിടത്തെ പട്ടി മണപ്പിച്ചു നോക്കാം. ഇത് നമ്മളെ മാരിഗോൾഡ് ആ ബിസ്ക്കറ്റ് ഇല്ലേ? ഉറപ്പിച്ചു. മൂന്നാമത്തത് 3 ഐറ്റത്തിൽ അടുത്ത പോയിന്റ്. അപ്പൊ 2. അതൊക്കെ കഴിക്കിയത് മതി, പിന്നെ കഴിക്കാം. അതെന്തരുടെ ഇത് കഴിക്കണം. ഇത് വായിന്റെ ഫ്ലേവർ പോണ. ഇതങ്ങോട്ട് കഴിക്കോട്ട് ഉടനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചോണ്ട്. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് ഫുള്ള് കഴിച്ചാലേ വായിൽ ഫുള്ള് ആവുള്ളൂ. അല്ല, എനിക്കറിയാം, അത് കുഴപ്പമില്ല, എനിക്കത് മതി. നിങ്ങളിതൊക്കെ കഴിച്ചതിന്റെ ബാക്കി അവിടെ ഉണ്ടല്ലോ. എന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ടേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ. ഇനി അടുത്ത ബിസ്ക്കറ്റ് ഇതാണ്. ഇപ്പൊ എത്ര പോയിന്റ് ആയി? 2 പോയിന്റ്. എത്ര ഐറ്റം തന്നു? 3 ഐറ്റം തന്നു. അതവിടെ മാറ്റി വെച്ചേക്കണം. 3 ഐറ്റം സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇത് 4ാമത്തെയാണ് വരുന്നത്. അതേത് ബിസ്ക്കറ്റ്? പാർലേജി അല്ലല്ലോ. അല്ലല്ലോ എന്ന് പറഞ്ഞൊരു ചോദ്യമില്ല നമുക്ക്, അല്ലേടേ? ഏത് ബിസ്ക്കറ്റ് മനസ്സിലാവുന്നില്ല. കഴിച്ചോക്ക്. പാർലേജി അല്ല. പിന്നെ ഏതാണ്?
ഏതോ ഒരു മിൽക്ക് ബിസ്ക്കറ്റ് ആണ്. ഏതോ ഒരു മിൽക്ക് ബിസ്ക്കറ്റ് ഇല്ല, ബ്രാൻഡ് പറയണം അല്ലേ? കിട്ടണാവട്ടെ. മിൽക്ക് ബിസ്ക്കറ്റ് ആണ്. ആ കിട്ടണാവട്ടെ. കമ്പനി ആ സ്റ്റെപ്പ് വെച്ചുങ്ങാണ്ടുള്ള മിൽക്ക് ബിസ്ക്കറ്റ് ആണ്. ഉറപ്പിച്ചോ? ആ ആ ആ എത്ര തരം? 3 തരം. ഉറപ്പിച്ച്? ഓ ഒരു വ്യത്യാസമില്ല? ഇല്ല. ഒരു മാറ്റവും ഇല്ല? ഇല്ല. ഉറപ്പാണ്? ആ ശരിയാണ്. ബ്രിട്ടാനിയുടെ മിൽക്ക് ബിസ്ക്കറ്റാണ്. ഓക്കെ. അപ്പൊ എത്ര പോയിന്റ് ആയി എനിക്ക്? നിനക്കായത് 3 പോയിന്റ് ആണ്. 3 പോയിന്റ് ആയി. 4 ഐറ്റം. 4 ബിസ്ക്കറ്റ് പാക്കറ്റ് തിന്നു. ഓക്കെ, ഇനി അടുത്ത തരാം. പണ്ട് ബിസ്ക്കറ്റ് കമ്പനിയിലായിരുന്നു. അല്ല. ഏത് ബിസ്ക്കറ്റ് ആണെന്ന് കണ്ടല്ലോ ഗൈസ്. ഇത് ഓ തലയില്ല. ഇത് പാർലേജി. ഓ അന്യായം തന്നെ. 4 പോയിന്റ് ഗൈസ്. 5 ഐറ്റത്തിൽ 4 പോയിന്റ്. ഇത് മിക്കവാറും എന്റെ കീശ കീറുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് കൊടുക്കുന്നത്. ഇതാ ഈ ഐറ്റമാണ്. രണ്ടെണ്ണം ഒട്ടിയിരിക്കുകയാണ്. ഇത് ഓറഞ്ച് ഫ്ലേവർ ബിസ്ക്കറ്റ് ആണ്. ഇത് ഗുഡ് ഡേയുടെ ഓറഞ്ച്. ഉറപ്പാണ്? ഓറഞ്ച് ഫ്ലേവർ ബിസ്ക്കറ്റ് ആണ്. ഏത് കമ്പനി ഏതാണ്? അത് ഗുഡ് ഡേ ആണെന്ന് തോന്നുന്നു. തോന്നിയിട്ട് കാര്യമില്ല, കമ്പനി പറയണം. ഫ്ലേവർ പറഞ്ഞാലും മതിയല്ലോ. ഓറഞ്ച് ഫ്ലേവറിലുള്ള ഗുഡ് ഡേ ആണെന്നാണ് എന്റെ ഒരു നിഗമനം. ബ്രാൻഡ് പറയണം. ഗുഡ് ഡേയോ അങ്ങനെ ഏതോ ഒന്നാണ്. ഒന്നാണ്. ഓക്കെ, ഉറപ്പിക്കണം. ഏതെങ്കിലും ഒന്ന്. ഏതാണ്? അതിലേതോ ഒന്നാണ്. ഏതെങ്കിലും ഒന്നല്ല. അത് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഗുഡ് ഡേയോ സൺഫീസ്റ്റോ? അങ്ങനല്ല, ഓറഞ്ച് ഫ്ലേവർ ഗുഡ് ഡേ. അങ്ങനല്ല, ഈ കളിയിൽ ഓറഞ്ച് ആണെന്ന് നമ്മൾ മനസ്സിലാവും, പക്ഷെ ബ്രാൻഡ് അറിയണം. ഗുഡ് ഡേ. ഉറപ്പാണ്? എത്ര തരം? 3 തരം. ഉറപ്പിച്ച്? പക്ഷേ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഓറഞ്ച് ഫ്ലേവർ തന്നെയാണ്. അത് മണത്തെ നമുക്ക് അറിയാൻ പറ്റും. കാരണം അത് സൺഫീസ്റ്റോ ഗുഡ് ഡേ ഞാൻ പറഞ്ഞു. സൺഫീസ്റ്റോ ഗുഡ് ഡേ എന്ന് ഞാൻ പറഞ്ഞു. ഇത് 2 ബ്രാൻഡും ഇല്ല, ബ്രിട്ടാനിയാണ്. ഇത് പൊട്ടി. അത് പറ്റൂലേ? പറ്റൂല. നമുക്ക് ബ്രാൻഡാണ് അറിയാനുള്ളത്. ഇപ്പൊ മണം കൊണ്ട് നമുക്ക് ഓറഞ്ച് അറിയാമല്ലോ. അതിപ്പോ ആർക്കും അറിഞ്ഞൂടെ? ഏത് പൊട്ടമാർക്കും അറിഞ്ഞൂടെ? എന്തുകൊണ്ട് എനിക്ക് തരായിരുന്നു. ഇല്ല ഇല്ല, തരൂല മോളെ. 4, 5, 6. 6 പാക്കറ്റിൽ 4 പോയിന്റ് കൊണ്ടിരിക്കും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരെണ്ണം പോലും തെറ്റാതെ പറഞ്ഞെങ്കിലുള്ളൂ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. 4 പോയിന്റ് ആയിട്ടുണ്ട് 6 ഐറ്റത്തില്. ഓക്കെ, ഇനി അടുത്തത് തരാൻ പോകുന്നത് കട്ട പ്രാർത്ഥന വേണം. നമുക്ക് കഴിഞ്ഞ അടുത്തത് കൊടുക്കുന്നത് ഇതാണ് കേട്ടാ. ഉണ്ടല്ലോ. ഇത് യൂണിബിക്കിന്റെ പഞ്ചസാരയുള്ള ചോക്ലേറ്റ്. കഴിച്ചിട്ട് പറയട്ടെ ഏതാണെന്നുള്ളത്. ഏതാണ് ബ്രാൻഡ് പറയണം. ബ്രാൻഡ് തെറ്റ്. അത് യൂണിബിക്ക് അതാണ്. ബ്രിട്ടാനിയ, പാർലേജി, ബ്രിട്ടാനിയ ചോക്ലേറ്റ് ഓറഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു. അതന്നെ എനിക്കറിയാം. പഞ്ചസാരയൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ആ ചെറിയ യൂണിബിക്കിന്റെ പോലത്തെ ബിസ്ക്കറ്റ്. ബ്രാൻഡ് ഉറപ്പിച്ച? ഓ അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ അത് ഇന്ന ബിസ്ക്കറ്റ് ആണെന്നുള്ളത്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് പറയാൻ അറിയാവുള്ളൂ. അത് അങ്ങനെയാണ്. ഇഷ്ടമുള്ള കാരണം വീടെടുത്ത് കിടന്ന് ഒന്നുമല്ല. ഞാൻ നിങ്ങളെന്നെ പരാജയപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുത്താനല്ല. ഇപ്പോഴേ ആദ്യം പറയാം. റൂൾസിൽ പറയുന്നത് നമ്മളുടെ ബ്രാൻഡ് ആണ് നമുക്ക് ഒരു എന്തോ ഒരു സീക്ക് ബിസ്ക്കറ്റ് എന്തോ ഒന്നില്ലേ, ഒരു യൂണിബിക്ക് പോലത്തെ അതേതോ ആണ്. എനിക്ക് അത്ര അറിയാവുള്ളത്. എനിക്കറിയാം ഇത് ബിസ്ക്കറ്റ് ആണ്. ഒരു വയലറ്റ് പാക്കറ്റ് ഒക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ്. ആ ഒരു ചോക്ലേറ്റിന്റെ ചെറിയ ഡോട്ട്സ് ഒക്കെ. എനിക്ക് അത്രേ അത് അറിയാവുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. കാരണം
അത്ര എനിക്ക് പറയാറുള്ളൂ. കാരണം അത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ആ ഒരു പഞ്ചസാര തരിയൊക്കെ മുകളിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പാർലേജി ആണോ ബ്രിട്ടാനിയ ആണോ ഇനി യൂണിബിക് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞു. നമുക്ക് ബ്രാൻഡാണ് അറിയാനുള്ളത്. ഒരു 3-4 ബ്രാൻഡ് പറഞ്ഞതാ. 3-5 ബ്രാൻഡ് എനിക്ക് അറിഞ്ഞൂടാ, അത് ഇത്ര എനിക്ക് അറിയാവുള്ളൂ. ഈ ബ്രാൻഡ് പറയണം കാരണം എനിക്ക് അത്ര അത് അറിയാവുള്ളൂ. കാരണം എനിക്ക് എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു അതിന്റെ അതുമായിട്ട് സംബന്ധിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഓറഞ്ച് ബിസ്ക്കറ്റിൻ്റെത് നമ്മളെടുത്ത് ഇത് ഓറഞ്ച് ബിസ്ക്കറ്റ് നിങ്ങളത് പറ്റൂല. അത് അങ്ങനെ തന്നെയാണ്, ബ്രാൻഡ് നമുക്ക് അറിയണം. എനിക്കറിയില്ല, എനിക്ക് അത്ര അത് അറിയാവുള്ളൂ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആണോ? ഇപ്പൊ ഞാൻ ഇത്രയും ബിസ്ക്കറ്റുകളുടെ പേര് ഞാൻ പറഞ്ഞു, യൂണിബിക് അല്ലെങ്കിൽ ഗുഡ് ഡേ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റിന്റെ എനിക്ക് അത്ര അറിയാവുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെറുതെ സമയം കളയാൻ ഞാൻ ഇല്ല. കാരണം എനിക്കത് അത്ര അറിയാവുള്ളൂ ആ ബിസ്ക്കറ്റിൻ്റെത്. പാർലേജി ആണെന്ന് തോന്നുന്നു. പാർലേജി ആണോ യൂണിബിക് ആണോ? യൂണിബിക് ആണോ? ആ മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, ബ്രിട്ടാനിയാണ്. കാരണം എനിക്കത് അത്രേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്ര വയലറ്റ് പാക്കറ്റ് ആണെന്ന് പോലും ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലും അത് ശരിയിട്ടില്ലെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ. ബ്രിട്ടാനിയാണ് മോളെ. കാരണം അത് തെറ്റാണ്. അപ്പൊ ബ്രിട്ടാനിയയിലെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ആർക്കും എനിക്ക് പോലും മണത്തിട്ട് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു, ആ ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റ്, ആ വയലറ്റ് കളർ പാക്കറ്റ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ആൾക്ക് അതിന്റെ പാക്കറ്റ് ആണ് നേരത്തെ ശരിയാക്കി എടുക്കാമോ? അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഓറഞ്ച് ഫ്ലേവർ നമുക്ക് നീ നേരത്തെ പറഞ്ഞു ഓറഞ്ച്. അപ്പൊ നെക്സ്റ്റ് എന്തായാലും സംസാരിച്ച് തർക്കിക്കാനുള്ള നേരമില്ല ഗൈസ്, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ബിസ്ക്കറ്റ് ഇതാണ് ഗൈസ്, ഇത് ഓറിയോ. ഇതുപോലെ മറ്റേയും പറഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. കാരണം എനിക്കത് അതിന്റെ ബ്രാൻഡ് ഏതെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ആ ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ ആ കളർ പോലും ഞാൻ പറഞ്ഞു, പാക്കറ്റ് കളർ പോലും ഞാൻ പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾ അത് എനിക്ക് വിന്നറായിട്ട് എടുക്കാനുള്ളതാണത്. ഒരിക്കലും അല്ല, കാരണം എനിക്കത് ആ ബിസ്ക്കറ്റിന്റെ അങ്ങനെ അത് മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓറഞ്ചിൻ്റെതും കൊടുക്കണം. ഓറഞ്ചിൻ്റെ നിങ്ങളെ ഇഷ്ടം. എനിവേ അതെന്തായാലും കൂട്ടാൻ പറ്റില്ല, ബ്രാൻഡ് പറഞ്ഞിരിക്കണം. പെർഫെക്റ്റ് ആയിട്ട് ബ്രാൻഡ് പറഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ബ്രാൻഡ്, ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞു, മറ്റേ ഇതിന്റെ ഇത് പറഞ്ഞു. അപ്പൊ എനിവേ നെക്സ്റ്റ് 5 പോയിന്റ് ആയിട്ടുണ്ട്. എനിവേ 3, 2, 5 ആയിട്ടുണ്ട്. എനിവേ രണ്ടാമത്തതാണ്, രണ്ടാമതല്ല അടുത്ത ഇതാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതാണേ. ഇത് 50-50 ഉറപ്പിച്ച. അപ്പൊ അടുത്ത പോയിന്റും കിട്ടി. അപ്പൊ എത്ര പോയിന്റ് ആയി ദാദാ? 6 പോയിന്റ്. ഓക്കെ, ഇനി അടുത്തതാ ഇതാണ്. ഇത് സ്വപ്പ കട്ട് ചെയ്യുന്നില്ല. ഇതാണ് ഗൈസ്, ഇത് ലിറ്റിൽ ഹേർട്സ്. എത്ര പോയിന്റ് ആയി? 7 പോയിന്റ് ആയി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വന്നിരിക്കുന്ന ബ്രിട്ടാനിയയിലാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഇവരെന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 പോയിന്റാണ് ഇവർ കളഞ്ഞത്. ഇവരെടുത്ത് ഞാൻ ഈ ബിസ്ക്കറ്റ് ആണ് എനിക്ക് അവരെ തിന്നാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു പറയണം ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായി? 7-7. അപ്പൊ പാതി പൈസ ഞാൻ എടുക്കും, പാതി പൈസ നിങ്ങൾ എടുക്കും. എനിവേ ഓക്കെ 50-50 ആണ്. അപ്പൊ ഇന്നത്തെ ചെലവ്. കാരണം ഇതിനകത്ത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രാർത്ഥന കൊണ്ടാണ് 7 പോയിന്റ് എനിക്ക് കിട്ടിയത്. ഇദ്ദേഹത്തിന് 7 പോയിന്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ പൊട്ടിച്ചു. ഈ ബിസ്ക്കറ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിന്റ് തരാനുള്ളതായിരുന്നു. ഈ പൈലറ്റ് പാക്കറ്റ് ആണ് നിങ്ങൾക്ക്. പാതി പൈസ പോയില്ലേ? 2 പേര് വിജയ്. സമതുല്യരാണ്. പക്ഷെ എന്നാലും ഈ ബിസ്ക്കറ്റിന്റെ പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളത് കമന്റ് ചെയ്യണം കേട്ടോ. എനിവേ അപ്പൊ ഇതിനകത്ത് 2 പേരും വിന്നറായിട്ട് വന്നിരിക്കുകയാണ്. തലകെട്ട് ഇവിടെ അയച്ചു മാറ്റി. 2
പരമാവധി പൈസ എടുത്തിട്ട് വേണം ഇന്നത്തെ അൽഫാം കഴിക്കാനായിട്ട്. Yes. അപ്പൊ നമ്മൾ ഇനി നേരെ ഗോ ടു അൽഫാം. അപ്പൊ ഇനി അവിടെ കാണാം ബാക്കി അത് ഡീറ്റെയിൽ. കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈൻഡ് അപ്പ് പറയാൻ നിങ്ങളടുത്ത് വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ നമ്മുടെ ചലഞ്ചിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഞങ്ങൾ അൽഫാം കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പൈസ എടുക്കുന്നത് രണ്ടുപേരും 50-50 ആയിട്ടാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ 1.5 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടീമിലുള്ള ഒരാൾ കൂടെ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ പറയാറില്ലേ ലൈവിൽ എപ്പോഴും 4 പേര് ഹൈഡിലുണ്ട്. അതിലത്തെ ഒരാളും കൂടെ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ വൈൻഡ് അപ്പ് പറയാനായിട്ട് വരാം. അടിപൊളി ടേസ്റ്റ് ഉള്ള പെരി പെരി അൽഫാമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ഹൈപ്പ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക ഗൈസ്. ഇനിയും അടിപൊളി രസകരമായ ചലഞ്ച് വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്ക് This is Foodie Couple signing off.